വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അവന്തികയും സ്നേഹയും അനഘയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അർച്ചനയുടെ വിഷയം തന്നെയാണ് സംസാരം. ഇത് കേട്ടുകൊണ്ട് ആതിര അവിടേക്ക് വരികയും അതിൻ്റെ കാര്യം അറിയുകയും ചെയ്യുന്നുണ്ട്. ഏത് ജോത്സ്യൻ പറഞ്ഞാലും ജനിക്കാത്ത കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാനൊന്നും വിശ്വസിക്കില്ല. വിശ്വസിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കുകയും വേണ്ടെന്ന് പറഞ്ഞ് ആതിര ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നു. സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിന്റെ കാര്യം വന്നപ്പോൾ അവളെ ന്യായീകരിച്ചത് കണ്ടില്ലേ? എന്റെ കുഞ്ഞില്ലാതായതിൽ അവൾക്കൊരു വിഷമവും. പക്ഷെ ഒരു കാര്യം, ജോത്സ്യൻ പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ ഈ കുടുംബത്തിൽ എന്തൊക്കെ കാര്യം നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം എന്ന് പറഞ്ഞ് സ്നേഹയും അവിടെ നിന്ന് പോകുന്നു. അനഘ അവന്തികയോട് പറയുന്നുണ്ട്, പുഴ കത്തുന്നതിനിടയ്ക്ക് വാഴ വെട്ടാനുള്ള ചേച്ചിയുടെ തന്ത്രം കൊള്ളാം. സ്വന്തം ഭർത്താവ് ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഇതിലൊരു തന്ത്രവുമില്ല. ജോത്സ്യൻ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചു, അത്രയേ ഉള്ളൂ. ഇനി സംഭവിക്കുന്നത് എല്ലാവരും അനുഭവിച്ചറിയട്ടെ. ഈ കുടുംബത്തിലല്ലാത്തത് കൊണ്ട് നിനക്ക് ചിലപ്പോൾ ഇത് അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തൽക്കാലം നീ ആശ്വസിച്ചോ എന്ന് അവന്തിക അനഘയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എത്തിയപ്പോൾ അവർ കാർ നിർത്തി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ വക്കീല് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു കോംപ്രമൈസിന് സാധ്യത കുറവാണ് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, അതേ, മുറിവേറ്റ ഒരു കാട്ടുമൃഗത്തെ പോലെയാണ് ഇപ്പോൾ മധുവിന്റെ അവസ്ഥ. ആകെയുള്ള ഒരു സഹോദരിയാണ് അയാൾക്ക് നഷ്ടമായിരിക്കുന്നത്. ആരെ പറഞ്ഞാലും അയാൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ഇത്രയും ബാക്ക് സ്റ്റോറി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്വന്തം മകളെ പോലെയാണ് അയാൾ അവരുടെ അനുജത്തിയെ വളർത്തിയത്. പിന്നെ എങ്ങനെയാ അയാൾ അനൂപേട്ടനോട് ക്ഷമിക്കുന്നത്? കയ്യിൽ കിട്ടിയാൽ അനൂപേട്ടനെ അയാൾ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ലെന്നൊക്കെ അർച്ചന പറയുന്നു. എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, നമുക്ക് ACP കാർത്തികിനെ ഒന്ന് വിളിച്ചാലോ? സസ്പെൻഷൻ കഴിഞ്ഞ് കാർത്തിക് തിരിച്ച് സർവീസിൽ ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ കാർത്തികിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞാലോ? അതൊരു നല്ല ഐഡിയ ആണെന്ന് സച്ചി. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാർത്തികിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ എന്നും സച്ചി. അല്ലാതെ ആ CAയുടെ കയ്യിൽ ഈ കേസ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും സച്ചി. എന്നാ പിന്നെ സച്ചിയേട്ടൻ കാർത്തികിനെ ഒന്ന് വിളിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാർത്തിയോടൊന്ന് പറയും. കാർത്തികിന് കാര്യങ്ങൾ മനസ്സിലാകും. കാർത്തികൾ വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും അനൂപേട്ടനെ രക്ഷിക്കാനും സാധിക്കും. ഒന്ന് വിളിക്കുക അനൂപേട്ട എന്നൊക്കെ അർച്ചന പറഞ്ഞു. അങ്ങനെ ഉടൻ തന്നെ സച്ചി കാർത്തിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ വിളിച്ചിട്ട് റേഞ്ച് കുറവാണെന്നാ തോന്നുന്നുണ്ട്. കോള് പോകുന്നില്ല. ഞാൻ പുറത്തിറങ്ങി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സച്ചി പുറത്തേക്ക് ഇറങ്ങി. കാർത്തി, എനിക്ക് അത്യാവശ്യമായി കാണണമെന്ന് സച്ചി പറയുമ്പോൾ അവിടുന്ന് കാർത്തി പറയുന്നു, സോറി സച്ചി, ഞാനിപ്പോൾ സ്ഥലത്തില്ല. ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ വലിയൊരു കഷ്ടസമയത്തിലാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ ചെങ്കൽ മധു നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. എങ്ങനെയെങ്കിലും എന്തിനും മടിക്കാത്ത ആളാണ്. സച്ചി പറയേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കാർത്തി ചോദിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം സച്ചി കാർത്തിയോട് പറയുന്നു. അർച്ചന സച്ചിയുടെ അരികിലേക്ക് വരുന്നു. കാർത്തി എന്താണ് പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാർത്തിക് ഇപ്പോൾ മുംബൈയിലാണ്. കുറച്ച് ദിവസം കൂടി കഴിയും തിരികെ വരാൻ. കാര്യങ്ങൾ കാർത്തികിനോട് ഞാൻ വിശദമായി പറഞ്ഞു. ആ CAയുടെ കയ്യിൽ ഈ കേസ് നിൽക്കില്ല എന്നാണ് കാർത്തികും പറഞ്ഞത്. അർച്ചന ടെൻഷൻ ആവുകയാണ്. സച്ചി പറയുന്നു, എന്ന് കരുതി താൻ വിഷമിക്കേണ്ട. കാർത്തിക് മറ്റൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ പോയി കാണണം. ഇപ്പൊ തന്നെ അദ്ദേഹത്തോട് വിളിച്ചു പറയാനാണ് കാർത്തി പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഭീഷണിപ്പെടുത്തിയതിന് ചെങ്കൽ മധുവിനെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നാണ് കാർത്തിക് പറഞ്ഞത്. അത് വേണോ? കാര്യങ്ങൾ കൂടുതൽ വഷളാകില്ലേ എന്ന് അർച്ചന. എങ്ങനെയെങ്കിലും അയാളോട് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റിൽ ശ്രമിക്കുന്നതല്ലേ നല്ലത്. സെറ്റിൽമെന്റാണ് കാർത്തികും ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിയമത്തിന്റെ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ അയാളോട് സംസാരിക്കാൻ കഴിയൂ. കാപ്പ ലിസ്റ്റിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ് ഈ ചെങ്കൽ മധു എന്നാണ് കാർത്തി പറഞ്ഞത്. അയാളുടെ പേരിൽ ഇനിയൊരു കേസ് കൂടി വന്നാൽ അയാൾ കാപ്പ ലിസ്റ്റിൽ പെടും. പോലീസിനകത്ത് വരെ അയാൾക്ക് ശത്രുക്കളുണ്ട്. ഈ അവസരം ഉപയോഗിച്ച് അവർ അയാളെ ജയിലിലാക്കിക്കോളും. ഇത് കേട്ട് അർച്ചന പറയുന്നു, സച്ചിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? അയാളെ പോലെ ക്രിമിനലായ ഒരു ഗുണ്ടയ്ക്ക് പോലീസും കോടതിയും എന്ന് പറഞ്ഞാൽ പേടിയാവോ? ഒരു കാപ്പ ലിസ്റ്റ് കാണിച്ച് അയാളെ പേടിപ്പിക്കാൻ കഴിയോ? താൻ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായ കാര്യമല്ല ഈ കാപ്പ ലിസ്റ്റ്. കാപ്പ ലിസ്റ്റിൽ കയറിയാൽ ഏതൊരു ക്രിമിനലായാലും ഒന്നും ഭയപ്പെടും. കാരണം പിന്നീട് ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അയാൾ സെറ്റിൽമെന്റിന് സമ്മതിക്കുമെന്നാണ് കാർത്തി പറഞ്ഞത്. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. പോലീസ് ചില സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒതുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. അർച്ചന പറയുന്നു, കേട്ടിടത്തോളം ഈ ചെങ്കൽ മധു അങ്ങനെ ഒരു ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെങ്കൽ മധു ജീവിച്ചതുപോലും അയാളുടെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. ആ പെൺകുട്ടിയാണ് ഇപ്പോൾ അനൂപേട്ടന്റെ വണ്ടി ഇടിച്ച് കൊലപ്പെട്ടിരിക്കുന്നത്. അതും ഗർഭിണിയായ അവസ്ഥയിൽ. ജയിലിൽ കിടക്കുമെന്നല്ല, തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞാലും അയാൾ പേടിക്കില്ല. കേസ് കൊടുത്താൽ നമ്മളോടുള്ള പക കൂടത്തേ ഉള്ളൂ എന്ന് അർച്ചന.
എന്നാൽ സച്ചി പറയുന്നു കേസ് കൊടുത്താൽ അയാളോട് സംസാരിക്കാനുള്ള വഴി തുറന്നു കിട്ടുമെന്ന് സച്ചി. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. അനൂപേട്ടനെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പ് പറഞ്ഞാൽ നമുക്ക് കേസ് പിൻവലിക്കാമെന്നും പറയുന്നു. എന്തായാലും നമുക്ക് പോയി കമ്മീഷണറെ കാണാം. നമ്മൾ പേടിച്ചു പോയി അയാളുടെ കാല് പിടിക്കണോ അതോ നിയമത്തിന്റെ സഹായത്തോടെ അയാളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണോ? രണ്ടിൽ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചേ പറ്റൂ എന്ന് സച്ചി. കാർത്തിക പറഞ്ഞതനുസരിച്ച് കേസ് കൊടുത്താൽ അനൂപേട്ടനെ രക്ഷിക്കാൻ കഴിയുമെന്ന് സച്ചിയേട്ടന് ഉറപ്പുണ്ടാവും എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, എനിക്ക് ഉറപ്പുണ്ട്, ഇത് നടക്കും. എത്ര വലിയ ഗുണ്ടകളായാലും അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ നിയമത്തിനെയും പോലീസിനെയും കുറച്ചെങ്കിലും ഭയം കാണും. പേടിയില്ലെന്ന് പല ഗുണ്ടകളും വെല്ലുവിളിക്കും. പക്ഷേ ഒരിക്കലും ആരും തിരിച്ച് ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പവർ ഇവിടുത്തെ നിയമത്തിനും പോലീസിനും കോടതിക്കും ഒക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ ഗുണ്ടകൾ ഇങ്ങനെ ഭയക്കില്ലായിരുന്നു. നമ്മൾ ഇനി മറ്റൊന്നിനെയും കുറിച്ച് ആലോചിക്കേണ്ട. നേരെ പോയി കേസ് കൊടുത്ത് ചെങ്കൽ മധുവിനെ വിളിച്ചവർ കാര്യം പറഞ്ഞോളും. പോലീസിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അയാളോട് സംസാരിക്കാനുള്ള അവസരം കിട്ടും. ആ സമയത്ത് നമുക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. അനൂപേട്ടൻ നിരപരാധിയാണ്. അത് മാത്രമല്ല അയാളുടെ സഹോദരിയും അനൂപേട്ടനും തമ്മിൽ ഒരു മുൻ വൈരാഗ്യവുമില്ല. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ചേട്ടന് ഈ കാര്യം ഉറപ്പുണ്ടെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട. നമുക്ക് കമ്മീഷണറെ കാണാമെന്ന് അർച്ചന. ഏത് കളിയാലും ജയിക്കുമോ തോൽക്കുമോ എന്ന് അറിയാൻ വേണ്ടി കളത്തിലിറങ്ങി കളിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ വേറെ വഴിയില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ ഇത് ജയിക്കും, അനൂപേട്ടനെ നമ്മൾ രക്ഷിക്കും എന്നൊക്കെ സച്ചി പറയുന്നു. അർച്ചനയ്ക്ക് സമാധാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറുന്നു. രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ശേഷം കാണിക്കുന്നത് ചെങ്കൽ മധു ആണെങ്കിൽ അയാളുടെ ആ സഹോദരിയുടെ ഫോട്ടോ ഇങ്ങനെ വെച്ച് വളരെ സങ്കടത്തോടെ അതിൽ നോക്കിയിരിക്കുന്നു. ഗുണ്ടകൾ പറയുന്നു, അണ്ണന്റെ ഈ ഇരിപ്പ് കാണുമ്പോൾ സഹിക്കാൻ കഴിയത്തില്ല. ഇവിടെ വെച്ചാണ് നമ്മുടെ ലക്ഷ്മിയുടെ കല്യാണം നടത്തിയത്. ഈ വീട്ടിൽ ഒരുപാട് ഓർമ്മയുണ്ട് നമ്മുടെ അനുജത്തിയുടെ എന്നൊക്കെ ഗുണ്ടകൾ പറയുന്നു. ഈ ചായെങ്കിലും കുടിച്ചൂടെ എണ്ണ എന്നൊക്കെ ആ ഗുണ്ട ഇങ്ങനെ ചെങ്കൽ മധുവിനോട് പറയുന്നു. എന്നാൽ ആ ചായ തട്ടിത്തെറിപ്പിക്കുകയാണ് മധു. വക്കീൽ അവിടേക്ക് വരികയാണ്. വക്കീലിന്റെ മുന്നിലേക്കാണ് ആ ചായ ഗ്ലാസ് ചെന്ന് വീണിരിക്കുന്നത്. DYSP ശേഖർ സാർ വിളിച്ചിരുന്നു. ഇന്നലത്തെ പോലെ ഒരു അറ്റംപ്റ്റ് ഇനി ഉണ്ടാകരുത് എന്ന് ആ വക്കീല് മധുവിനോട് പറയുന്നുണ്ട്. കാക്കിയിട്ട് എല്ലാവരും കൂടി ഒറ്റക്കെട്ടായല്ലേ? എന്റെ പെങ്ങളെ വണ്ടിയിടിച്ച് കൊന്നവനെ രക്ഷിക്കാനുള്ള പോലീസിന്റെ നാടകം. അവളെ ഞാൻ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നതെന്ന് വക്കീലിന് അറിയില്ലേ? കുഞ്ഞുനാൾ മുതൽ ഞാൻ കൈപിടിച്ച് കൂടെ കൊണ്ട് നടന്നവളാണ്. ഇവൾക്ക് ഒരു ഉരുള ചോറ് വാരി കൊടുത്തിട്ടല്ലാതെ ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല എന്നൊക്കെ സങ്കടത്തോടെ മധു പറയുന്നു. എന്റെ മോളെ ഇല്ലാതാക്കിയില്ലേ? എന്ത് പറഞ്ഞാലും അവന്റെ ജീവൻ എടുക്കാതെ ഞാൻ അടങ്ങില്ല. ഇത് കേട്ട് വക്കീല് പറയുന്നു, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. അനൂപിനെ കുറിച്ച് എല്ലാവരും അന്വേഷിച്ചു. അവൻ അത്ര കുഴപ്പക്കാരനല്ല. അവൻ ആരുടെയും ആളല്ല. അവനൊരു കേസ് പോലും ഇല്ല. ഇത് ഞാൻ വിശ്വസിക്കില്ല. അവൻ മനഃപൂർവ്വം എന്റെ പെങ്ങളെ വണ്ടിയിടിച്ച് കൊന്നതാണെന്ന് മധു പറയുന്നു. അതുപോലെ അവനെയും വണ്ടിയിടിച്ച് കൊല്ലണം അല്ലേ അണ്ണ എന്ന് ഒരു ഗുണ്ട പറയുന്നുണ്ട്. എന്നാ പിന്നെ റോഡിലോട്ട് ഇറങ്ങി എല്ലാവരെയും വണ്ടിയിടിച്ച് കൊല്ല്. ഒരു കാര്യം ഞാൻ പറയാം, എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. എരുതിയിൽ എണ്ണ ഒഴിച്ച് പ്രശ്നങ്ങൾ വഷളാക്കരുതെന്നും ആ ഗുണ്ടയോട് വക്കീല് പറയുന്നുണ്ട്. പുതിയ കാപ്പ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു കേസ് കൂടി ഉണ്ടാക്കി അതിനകത്ത് പെട്ടാൽ DYSP ശേഖർ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ പെങ്ങളെ കൊന്നവനെ വെറുതെ വിടണമെന്നോ എന്നും അത് ചോദിക്കുമ്പോൾ ആ വക്കീല് പറയുന്നു, ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മൂവ്മെന്റും ഉടനെ ഉണ്ടാകാൻ പാടില്ല. അന്ന് വീട്ടിൽ കയറി പ്രശ്നമുണ്ടാക്കിയതും ഗർഭിണിയായ അവന്റെ സഹോദരിയെയും ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയതും DYSP അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അവന്റെ വണ്ടിയുടെ അടിയിൽ ചതഞ്ഞു തീർന്നത് എന്റെ ചോരയാണ്, എന്റെ ജീവനെയാണ് എന്നൊക്കെ ആ മധു പറയുമ്പോൾ വക്കീല് പറയുന്നു, സമ്മതിച്ചു. പക്ഷേ സ്പെഷ്യൽ കോഡിന്റെ അന്വേഷണത്തിൽ അനൂപ് വളരെ മര്യാദക്കാരനായ ഒരാളാണ്. വളരെ അന്തസ്സോടു കൂടി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അവരുടേത്. അവർ നമുക്ക് ഒരു തരത്തിലും ഭീഷണിയല്ല. ഇതൊരു എമൻസിന്റെ കേസ് മാത്രമാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്. മധു പറയുന്നു, ഈ കേസ് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ വിധി തീർപ്പാക്കാൻ ഞാൻ ഒരു കോടതിക്കും അവസരം കൊടുക്കില്ല. ഞാൻ തന്നെ വിധി പറയുകയും നടപ്പിലാക്കുകയും ചെയ്യും. കാപ്പ ലിസ്റ്റ് അല്ല, അതിൽ കൂടുതൽ ഏത് കേസ് വന്നാലും അവനോട് ഞാൻ ക്ഷമിക്കുന്ന പ്രശ്നമില്ല. അനൂപിന്റെ സഹോദരിയും ഭർത്താവും ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. അവരാകെ ഭയന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. അവരെന്തിനാണ് വന്നതെന്ന് മധു ചോദിക്കുമ്പോൾ അവർ കോംപ്രമൈസിന് പറ്റുമോ എന്നറിയാൻ വന്നതാണ്. മധുവിനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാൻ അവര് തയ്യാറാണെന്നും വക്കീല് പറയുന്നു. എന്നിട്ടാണോ അവര് പരാതി കൊടുത്തത് എന്ന് മധു ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നു, അത് പിന്നെ ആരായാലും ചെയ്യില്ലേ? നമുക്ക് തിരിച്ചൊന്ന് ചിന്തിച്ചാലോ? യഥാർത്ഥത്തിൽ ഇത് അവരുടെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അപകടമാണെങ്കിലോ? അത് വ്യക്തമായി അറിഞ്ഞിട്ട് പോലെ അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത്. ഇനി അറിയാനൊന്നുമില്ല, അണ്ണനൊന്ന് മൂളിയാൽ മതി, അടുത്ത നിമിഷം നമ്മൾ അവരെ തട്ടുമെന്നൊക്കെ ആ ഗുണ്ടകൾ പറയുമ്പോൾ വക്കീല് പറയുന്നു, നിങ്ങളിങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് വേറെ ആരുടെയും കേസ് എടുക്കാൻ നേരമില്ലാത്തത്. വക്കീലിന് വേണ്ടത് കേസല്ലാതെ ഞങ്ങൾ ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ വക്കീല് ഗുണ്ടയോട് പറയുന്നു, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കാര്യത്തിൽ വക്കീല് ഇനിയൊന്നും പറയേണ്ടെന്ന് മധു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവന്റെ പിന്നിൽ ആരോ ഉണ്ട്. അവനെ എന്റെ മുന്നിൽ കൊണ്ടുവരാന്ന് മറ്റവൻ വാക്ക് പറഞ്ഞതാണ് അവന്റെ സഹോദരിയുടെ ഭർത്താവ്. പോലീസിന്റെ ഈ ഡ്രാമ കഴിഞ്ഞ് അവൻ ജാമ്യം കിട്ടി പുറത്തു വരുമല്ലോ. അന്ന് ആ മറ്റവൻ വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ അവന്റെ വീട്ടിൽ നടത്താൻ പോകുന്നത് ഈ മധുവിന്റെ ആറാട്ടായിരിക്കും. കോംപ്രമൈസ് സംസാരിക്കാൻ വക്കീല് ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല.
പകരം ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് മുൻകൂർ ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യേ. എൻ്റെ ലക്ഷ്മിയെ കൊന്നവരെ ഞാൻ തീർത്തിരിക്കും. ഇത്രയും പറഞ്ഞ് മധു പോകുന്നു. ഗുണ്ട വക്കീലിനോട് പറയുന്നു, കണ്ട വക്കീലെയാണ്, എൻ്റെ മൂടൊക്കെ മാറി, ഇപ്പോൾ നല്ല ഫോമിലാണ്. ഇനിയിപ്പോൾ ആ അനൂപിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. ശേഷം ആവണിയെ കാണിക്കുന്നുണ്ട്. ആവണി ഭയത്തോടെ നിൽക്കുകയാണ്. ഒരു സ്വപ്നം കാണുന്നുണ്ട് ആവണി. ഗുണ്ടകൾ എല്ലാവരും കൂടി അനൂപിനെ ആക്രമിക്കുന്നതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്. അത് കണ്ട് ആവണി പേടിക്കുന്നു. എൻ്റെ അച്ഛനെ കൊല്ലല്ലേ, എൻ്റെ അച്ഛനെ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ് ആവണി. മീര ഓടി വന്നു. അച്ഛൻ എന്ന് പറഞ്ഞ് ആവണി കരയുകയാണ്. കമലയും അവിടേക്ക് വന്നു. രണ്ടുപേരും കൂടി കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛനെ ആരോ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് ആവണി പൊട്ടിക്കരയുന്നു. കണ്ട അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് വരെ തകർന്നു തുടങ്ങി. ഈ പകല് പോലും അവൾ നിലവിളിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എൻ്റെ കുഞ്ഞിൻ്റെ മനോനില തെറ്റും, ഇങ്ങനെ പോയാൽ എല്ലാം നശിക്കും എന്നൊക്കെ ഇങ്ങനെ മീര പറയുന്നു. നീ ഒന്ന് സമാധാനപ്പെടുക, അച്ഛനെ കാണാത്ത ഉള്ളിൽ സങ്കടം കിടക്കുന്നത് കൊണ്ട് അവൾ സങ്കടപ്പെടുന്നതായിരിക്കും എന്ന് കമല. അങ്ങനെ അവർ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.